സ്ഥാനങ്ങളോടും വിവേചനമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള തീരുമാനം. അപ്പം അതിനെതിരായിക്കൊണ്ടുള്ള വലിയ അജിറ്റേഷൻ കൊണ്ടുവരണം എന്ന് തന്നെ ആണിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. നാളെ കാലത്ത് 10:30 പാർലമെൻറ്റ് മുമ്പിൽ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുക, അതിനുശേഷം സഭാ നടപടികളിൽ പങ്കെടുക്കുക. സഭയ്ക്കകത്തും നമ്മുടെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ പാർലമെന്റിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പാർലമെന്റ് അകത്ത് തന്നെ നമ്മൾക്ക് പറ്റാവുന്നത്ര പ്രതിഷേധം രേഖപ്പെടുത്താം. നാളെ ബഡ്ജറ്റിന് മുകളിൽ സ്പീച്ച് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ അവറും 0 അവറൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ബഡ്ജറ്റിൻ്റെ ചർച്ച ഉണ്ടാവും. ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഓരോ സ്റ്റേറ്റിനോടും കാണിച്ച വിവേചനങ്ങളെല്ലാം തന്നെ അതാത് സ്റ്റേറ്റുകൾ തന്നെ പ്രധാനമായിട്ടും അത് ഉന്നയിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദം എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ചർച്ചയ്ക്ക് ബജറ്റിനപ്പുറമായിട്ട് ചർച്ചയ്ക്ക് വന്ന വിഷയങ്ങൾ ഒന്നുമില്ല. ബജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിഭീകരമായ വിവേചനമാണ് നേരിടുന്നതെന്ന് എല്ലാവരും സമ്മതിച്ചുമുള്ളതാണ്. കട്ടിംഗ് അക്രോസ് പാർട്ടി ലൈൻസ് എല്ലാം വിവിധ സംസ്ഥാനങ്ങൾ അതൊരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അവധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളുടെ മാത്രമല്ല എല്ലാവരും കൂടെ സമ്മതിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിനനുസരിച്ച് ആ പ്രക്ഷോഭം ശക്തിപ്പെടുത്താമെന്നുള്ളതാണ് പരമാവധി രീതിയിൽ. മറ്റൊന്ന് ഈ യോഗത്തിൻ്റെ അജണ്ടയല്ല. മുഖ്യമന്ത്രിമാർ ഒരു പക്ഷേ നീതി ആയോഗിൻ്റെ യോഗം ബഹിഷ്കരിച്ചേക്കും. അത് പക്ഷേ അവധ പാർട്ടികളും കൂടെ ഇവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ